ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം മതിയാകും. നമ്മുടെ ഈ ഒരു ബലിയിലെ കുർബാനയിൽ ഇന്ന് വായിച്ചു കേട്ട ആ സുവിശേഷ ഭാഗം, കുട്ടിയെ 12 വയസ്സിലെ കുട്ടിയെ കളഞ്ഞു പോകുന്നു, പിന്നെ ആ കുഞ്ഞിൻ്റെ വീടെടുപ്പ്, ഒരു 4 വിചാരങ്ങൾ അതിനകത്തൊന്ന് ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. വെറുതെ ഈ കളഞ്ഞു പോകുന്ന കുട്ടി എന്ന് പറഞ്ഞ സങ്കല്പം, അത് ഈ കുട്ടിയുടെ ഏജുമായിട്ട് ബന്ധമുണ്ട്. അതിന് 12 വയസ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ അഡോളസൻസ് പ്യൂബർട്ടി ഏജൊക്കെ. പെൺകുട്ടി മുതിരുകയും ആൺകുട്ടിയും മുതിരുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫിസിക്കൽ മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ഏജിൻ്റെ തുടക്കം. വളരെ കൺഫ്യൂസ്ഡ് ഏജ്. തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, വി വർ ഓൾസോ ലോസ്റ്റ് ചിൽഡ്രൻ. പേരൻസുമായിട്ടുള്ള ഇൻറ്റിമസി കുറയാണ്, ഷെയറിങ് കുറയാണ്, അവർ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിക്കുന്ന ഏതൊരു പേരൻറ്റും തൻ്റെ ജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് പീരീഡാണ്. അല്ലെങ്കിൽ അവിടെ തൊട്ട് അവരുടെ ലോകം നമുക്ക് പിടുത്തം കിട്ടുന്നില്ല, നമ്മൾ പറയുന്ന കൺവെൻഷനായ കാര്യങ്ങൾ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചൊരു പേരൻറ്റ് കടന്നു പോകുന്ന ഒരു ക്രൈസിസ്, ഈ കുഞ്ഞിനെ കളഞ്ഞു പോവുക. ഒരുമിച്ചായിരിക്കുമ്പോൾ ഈ കുഞ്ഞ് തീരെ അടുത്തില്ലാതിരിക്കുക. ഒരു ഐറൺ എന്നൊക്കെ തോന്നുന്നത് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രത്തിൻ്റെ പേര് വിഗതകുമാരൻ. ആ വാക്കിൻ്റെ അർത്ഥം പോലെ അതാണ് ലോസ്റ്റ് ചൈൽഡ്. ഈ കൈവിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ. 2, ഈ കൈവിട്ട് പോയ കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ തിരികെ പിടിക്കുക? യേശുവിനെ ചോദിക്കുന്നുണ്ട്, ഈ ബാലനായ യേശു 12 വയസ്സിലെ കുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് അന്വേഷിച്ചത്? ഇതിന് തൊട്ടുമുമ്പ് ഒരു പരാമർശമുണ്ട്, ഈ യാത്രക്കാരുടെ സംഘങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അപ്പനും അമ്മയും കരുതി. ടേക്കിംഗ് ചിൽഡ്രൻ ഫോർ ഗ്രാൻഡ് എന്ന് പറഞ്ഞ സംഭവം. അമ്മ ശ്രദ്ധിക്കുമെന്ന് അപ്പനും അപ്പൻ ശ്രദ്ധിക്കുമെന്ന് അമ്മയും കരുതുമ്പോൾ ഈ 2 പേരുടെയും 10 വിരലുടെ ഇടയിലൂടെ അല്ലെങ്കിൽ 20 വിരലുടെ ഇടയിലൂടെ കുട്ടി വഴുതി പോകുന്നു. നിങ്ങൾ എവിടെയാണ് അന്വേഷിച്ചത്? ഇപ്പം എവിടെ ഈ കുഞ്ഞിനെ കളഞ്ഞു പോയത് അവിടെ തപ്പാന്നുള്ള പ്രധാനം. എവിടെ ഈ കുഞ്ഞിനെ കിട്ടിയെന്ന് ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും വീടിനകത്തൊക്കെ കുഞ്ഞിത്തിരി മിസ്ബിഹേവ് ചെയ്ത് തുടങ്ങുമ്പോൾ, അവനത്ര എലഗൻ്റ് അല്ലാത്ത ചില ബിഹേവിയർസിന് ചാടുമ്പോൾ, ചെറിയ ഇൻഫാറ്റുവേഷനിലൊക്കെ കുഞ്ഞുങ്ങൾ വഴുതി പോകുമ്പോൾ നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യണം. നിന്റെ ശ്രദ്ധയില്ലായ്മയാണ്, അല്ലെങ്കിൽ നിന്റെ ഏകാഗ്രത ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ടെൻഡൻസിയാണ് സ്വാഭാവികമായിട്ട് മനുഷ്യൻ നിലയിൽ കുറച്ച് പഴക്കമുള്ളൊരു ടെൻഡൻസി. അത് എവിടെ ഈ കുഞ്ഞിനെ തപ്പേണ്ടത്? എവിടെ നിന്നാണോ ഈ കുഞ്ഞുങ്ങളെ കിട്ടിയത് അവിടെ പോയി തപ്പണം. എവിടെ നിന്നാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കിട്ടിയത്? ദേവാലയത്തിലെ മദ്ബഹയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ അഗാധമായ പ്രണയത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ കിട്ടിയത്. ഏതോ ഒരു ദിവസം തമ്പുരാൻ്റെ ചൈതന്യം നമ്മുടെ ആവസ്ഥ രാത്രിയിൽ ഒരാൾക്ക് മറ്റൊരാളെ എന്തുമാത്രം ചേർന്ന് പഠിക്കാൻ പറ്റുമോ അത്രയും ചേർന്ന് പഠിച്ചൊരു ദിവസമാണ് ഈ കുഞ്ഞ് നമുക്ക് കിട്ടിയത്. ക്ലോസ് ഇൻറ്റിമസി എല്ലാ അർത്ഥത്തിലും, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെ കൈവിട്ട് പോകുമ്പോൾ മടങ്ങിപ്പോകേണ്ടത് ഓരോരുത്തരും അവരവർ തന്നെ പ്രണയത്തിലേക്ക്. ഈ കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് തപ്പേ കിട്ടത്തില്ല. ഈ കുഞ്ഞുങ്ങളെ കിട്ടിയ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോൾ പേരൻസ് അവരുടെ തന്നെ അഗാധ സ്നേഹത്തിലേക്ക് പോകുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് വീണ്ടെടുക്കാവുന്നതാണ് ഈ കുഞ്ഞെന്നാണ് എൻ്റെ ഈ ഒരു ചെറിയ കാലത്തെ നിരീക്ഷണം. Go back to your first love. റൂസിൻ്റെ ഭാഷ തന്നെ ആദ്യ സ്നേഹം, ആ പ്രണയാതുരത്തിലേക്ക്. ഇങ്ങനെ ആതുര പ്രണയം എന്നൊക്കെ പറയുന്ന സംഭവം, ഇങ്ങനെ പനി പിടിക്കണമെന്നൊരു പ്രണയം, അതിലേക്ക് ഇങ്ങനെ മടങ്ങിപ്പോകാനുള്ള. 2താണ് എവിടെയാണ് ഈ കുഞ്ഞുങ്ങളെ തപ്പേണ്ടത്? ഈ കുഞ്ഞുങ്ങളെ തപ്പേണ്ടത് കുഞ്ഞുങ്ങളിലല്ല, മറിച്ച് നമുക്ക് ആ കുഞ്ഞുങ്ങളെ കിട്ടിയിടാനല്ല. പിന്നെ 3ാമതായിട്ട് ഈ കുഞ്ഞിനെ കിട്ടുന്ന വ്യക്തതയുണ്ട്, ക്ലാരിറ്റി. കുഞ്ഞ് പറയുകയാണ്, നിങ്ങൾ എന്തിനാ എന്നെ തപ്പണം? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കേണ്ടതല്ലേ? അത് കുറച്ചൊരു ഫിലോസഫിക്കലായൊരു ഡയമെൻഷനാണ്. കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി മാത്രമാണെന്ന തെറ്റിദ്ധാരണയാണ് ആദ്യം തിരിച്ചറിയുന്നത്. ഈ തെറ്റിദ്ധാരണ പെട്ടുപോകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മിഥ്യാധാരണ, ഏറ്റവും വലിയ ഹലുസിനാണ് കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി മാത്രമാണ്.
നമുക്ക് വേണ്ടി മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾ. ചെറിയ പ്രായം തൊട്ട് പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങൾ ലോകത്തിന് വേണ്ടിയുള്ള കുഞ്ഞുങ്ങളാണ്. എല്ലാ അമ്മയും അപ്പയും ഒക്കെ ആഗ്രഹിക്കുന്ന യേശുവിനെ കണക്കുള്ള മക്കളാണ്. നമ്മളതിനെ വളരെ ഭക്തിപൂർവ്വം പറയുന്നുണ്ട്. പക്ഷെ യേശുവിനെ കണക്കുള്ള മക്കൾ എന്നതിൻ്റെ അർത്ഥത്താണ് ഈ ലോകത്തിന് വേണ്ടിയുള്ള മക്കളാണ്. നിർഭാഗ്യവശാൽ ഇങ്ങനെ തങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ചുരുങ്ങിപ്പോയ വളരെ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നു. അവരോട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയിട്ട് ലോകത്തെ കാണിക്കണം. എല്ലാ ദിവസവും ഇങ്ങനെ പാർക്കിലും ഷോപ്പിംഗ് മാളിലും മാത്രം കൊണ്ടുപോയാൽ മതിയാണ്. വല്ലപ്പോഴും അവരെ ഈ റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടനാഴിലൂടെ കൊണ്ടുപോകണം. ഇത് പറയണം, മക്കളെ ഇതാണ് ജീവിതം. കൂട്ടി കുറച്ച് ഹരിച്ചു കഴിയുമ്പോൾ കുറെ ശ്രമങ്ങളുടെ മീതെ തുന്നിവിടും. അപ്പം അതൊക്കെ പറഞ്ഞു കൊടുക്കണം ചെറിയ പ്രായത്തിൽ. ദുഃഖങ്ങളെ കാണാതെയും മനുഷ്യരെ കാണാതെയും ദരിദ്രരെ കാണാതെയും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പോലും ഞങ്ങളാ കൊണ്ടുപോകണം. നമുക്കൊരു സോഷ്യൽ ഉണ്ട്. നമ്മൾ വിധിക്കാൻ പോകുന്നത് ഭൂമിയിലെ ദരിദ്രരാണ് യേശു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരോട് ജാലകങ്ങൾ തുറന്നിടാത്ത ഈ പുതിയ കാലത്തിന്റെ രീതി, നിങ്ങൾ ഇങ്ങനെ നമുക്ക് വേണ്ടി മാത്രം പാമ്പർ എടുക്കുന്ന രീതി, അത് കൃത്യമായിട്ട് റിവീൽ ചെയ്യപ്പെടേണ്ട. ഒരു ചെറിയ കുട്ടി പേരൻസിനോട്, കാരണം അയാൾക്ക് സ്വയം പോവാം, അയാൾക്ക് അയാളിൽ തന്നെ പ്രകാശിക്കാൻ പറ്റുന്നത് കൊണ്ട് അയാൾക്ക് ഈ പുറത്തുനിന്നുള്ള ഇടപെടൽ ആവശ്യമില്ല. അപ്പോൾ ഒരു ചെറിയ കുട്ടി അവരിൽ നിന്ന് കണ്ടെത്തിയ പ്രകാശം പേരൻസിനോട് ഷെയർ ചെയ്യുകയാണ്. നീ ഇവിടെയൊക്കെ തന്നെയല്ലേ ആയിരിക്കേണ്ടത്. അത് മൂന്നാമത്തതാണ് ഇങ്ങനെ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന കുറച്ച് മക്കളെ, നമ്മുടെ ചെറിയ മക്കളൊക്കെ വന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ച് പോണ കാഴ്ച ഇങ്ങനെ നിർമ്മയോടെ നമ്മൾ കണ്ടു. അച്ഛൻ എന്തായിരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആസ്വദിച്ചിട്ടുള്ളത്? പഠിച്ചു വലുതായി പുതിയ വണ്ടി വാങ്ങി വലിയ വീട് വെച്ച് ഒക്കെ ഇങ്ങനെ ജീവിക്കാമെന്ന് എനിക്ക് തോന്നില്ല അച്ഛൻ്റെ മനസ്സിലുണ്ടാവുന്നത്. യേശുവിന് വേണ്ടി കുറെ മക്കളുണ്ടാവട്ടെ, യേശുവിനെ കണക്കാം. അതൊന്ന് കുഞ്ഞുങ്ങളോട് ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന മുതിർന്നവരെ, കാരണം അത് മുതിർന്നവർക്ക് ഇങ്ങനെ മോണിറ്റർ ചെയ്യാവുന്ന ജീവിതമായി കുഞ്ഞുങ്ങളുടേത്. ഒഴുക്കിൽ ഇല കണക്കാം, ഒരു ചെറിയൊരു കമ്പോള് തൊട്ടാൽ മതി, ആ ഇല ഒന്ന് നിന്നിട്ട് പിന്നെ നമുക്ക് ഇറങ്ങിപ്പോകുന്ന കണക്കാം. നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാവുന്ന ഏജ് അത്. അത് ലോകത്തിന് വേണ്ടിയുള്ള മക്കളുണ്ടാവട്ടെ. ബുദ്ധപാരമ്പര്യത്തിലൊക്കെ എന്നെ തൊട്ടൊരു കുഞ്ഞു കഥ കൂടി പറഞ്ഞിട്ട് നാലാമത്തെ വിചാരം പെട്ടെന്ന് നമുക്ക് വിചാരം അവസാനിപ്പിക്കാം. അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അതിങ്ങനെ ഒരു അമ്മയ്ക്ക് മകനുണ്ടായിരുന്നു. പട്ടിണിയുടെ അമ്മയും മകനെ വളർത്തിയത് നല്ല ബുദ്ധിമാനാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഏടിപ്പടി കയറിപ്പോയി. വൈകാധിപൻ ദേശത്തിന്റെ രാജഗുരുവായിട്ട് മാറി. ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്നാണ് ആൾക്കാർ അവരെ പരിഗണിച്ചിരുന്നത്. എന്തിനെ കുറിച്ച് കൃത്യമായ അറിവ്. അമ്മ മകനെ കാണാനായിട്ട് പോകുമ്പോൾ നഗരവാസികളൊക്കെ പറയുന്ന ഈ പുതിയ രാജഗുരു, ചെറുപ്പക്കാരനായ രാജഗുരുവിൻ്റെ ആ കഴിവിനെ കുറിച്ച്, അയാളുടെ ബുദ്ധിയെക്കുറിച്ച്. പക്ഷെ അമ്മ ഹാപ്പി അല്ല. അമ്മ ചെന്നപ്പോൾ കണ്ടു മകനിങ്ങനെ പണ്ട് സഹസ്രയിരുന്ന് വലിയ ഗുരുക്കന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൂളായിട്ട് ഉത്തരം പറഞ്ഞിരിക്കണം. അമ്മയുടെ കണ്ണ് നിറഞ്ഞെല്ലാം തുടങ്ങി. പിന്നെ വിവരിച്ചിട്ട പരവതാനിലൂടെ അവൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവനിങ്ങനെ അടിമുട്ടി നോക്കി. എന്നിട്ട് തൻ്റെ ദുർബലമായ കരം കൊണ്ട് തടി കൊടുത്തു. എന്നിട്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനു വേണ്ടിയായിരുന്നില്ല അമ്മ പട്ടിണി കിടന്ന് നിന്നെ വലുതാക്കിയതും പഠിപ്പിച്ചത്. ഇതിനു വേണ്ടിയായിരുന്നില്ല ഈ കൊട്ടാരത്തിലെ രാജഗുരുവായിട്ട് ഇരിക്കാൻ. എന്നിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ആ അടിയുടെ ആഘാതത്തിൽ കുറച്ചു നേരം അടിയിരുന്നു. പിന്നെ കൊട്ടാരം വിട്ടു. കുറെ കൂലിപ്പണിക്കാർ പാർക്കുന്ന തെരുവുണ്ട്. ആ തെരുവിൽ പോയി അവരോടൊപ്പം മാനുവൽ ലേബർ ഏർപ്പെട്ടു. സന്ധ്യയാകുമ്പോൾ കുളിച്ചു വന്ന് അവരുടെ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തിയിട്ട് ആ കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. ആ, ഈ, ഇത്. ഇന്നലത്തെ രാജഗുരുവ ഇപ്പൊ കടയാശാന. അങ്ങനെ ആ കുഞ്ഞ് തൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കിയ ചെറുപ്പക്കാരൻ. ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഒരു 30 വയസ്സ് കഴിഞ്ഞ എല്ലാ മലയാളി പുരുഷനെയും സ്ത്രീയെ അവരുടെ അമ്മമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് ചെയ്യണം. കാരണത്തിലടിച്ചിട്ട് പറയുക, ഇതിനു വേണ്ടിയായിരുന്നില്ല. കുറച്ചുകൂടി വലുതാകുമ്പോൾ അമ്മമാര് മരിച്ചു പോകും. അപ്പൊ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് അമ്മയുടെ കൈയാണെന്ന് സ്വയം സങ്കല്പിച്ചുകൊണ്ട്
പതുക്കെ സ്വയം അടിച്ചുകൊണ്ട് പറയണം, ഇതല്ല ജീവിതം, ഇതല്ല ജീവിതം. എന്തൊരു ജീവിതം, എന്തൊരു ജീവിതം! ഇത്രയും സ്റ്റുപ്പിഡായ ജീവിതമില്ല. ഡങ്കിപ്പനി പിടിച്ച് മരിച്ച സ്നേഹിതയെ കണ്ടിട്ട് വന്നിട്ട് രാത്രി TV ഓൺ ചെയ്യുമ്പോൾ ടിവിക്കകത്ത് ഫ്ലാഷ് ന്യൂസുകൾ, ഉപസ്തംഭനം, ഉപമുഖ്യമന്ത്രിയെ കുറിച്ചുള്ള തർക്കങ്ങൾ. ഇതൊക്കെ എവിടെയാ? മനുഷ്യൻ ഈര് കണക്ക് പരിഷ്കൃത സമൂഹത്തിലെ പനി പിടിച്ച് മരിക്കുമ്പോൾ ഇതൊക്കെ എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി സ്റ്റുപ്പിഡ് പീപ്പിൾ, സ്റ്റുപ്പിഡായ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. കാലം ബാധിക്കുന്ന കാര്യങ്ങൾ. ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവർ ഇങ്ങനെ എല്ലാവരും തങ്ങളായിട്ടുണ്ടാക്കിയ ഒരു ഫോഴ്സ്, ഒരു ഹലൂസിനേറ്റഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു അഭ്യുന്നത്തിൽ നിന്നിരിക്കുക. ഇതല്ല ജീവിതം, ഇതല്ല ജീവിതം. ഷോപ്പിംഗ് മാളല്ല ജീവിതം. കുറെ കൂടി ഇതിന് യേശുവിന് നിരക്കണ മക്കളുണ്ടാവട്ടെ. യേശുവിൻ്റെ ബാല്യം കൗമാരത്തെ കുറിച്ച് അധികം ഒന്നും വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല. ആണ് അതിനകത്ത് 4ാമത്തെ വിചാരം. ഒറ്റവാക്കില് അവൻ്റെ ബാല്യവും കൗമാരവും സംഗ്രഹിക്കപ്പെട്ടു. കുഞ്ഞ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവപ്രീതിയിലും മനുഷ്യ സ്നേഹത്തിലും വളർന്നു. ഇന്റഗ്രിറ്റിയാണ്. ഒരു കുഞ്ഞിൻ്റെ ഫോർമേഷനെ കുറിച്ച്, പരിശീലനത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ട. ഒന്ന്, അവൻ്റെ ജ്ഞാനം. രണ്ടാമത്തെ സ്റ്റേച്ചർ. കുട്ടികൾ ആരോഗ്യമുള്ള കുട്ടികളാണ്, ഹെൽത്തി ആവണം. ഈ നാട്ടിൽ ജീവിച്ചിട്ട് ഇത്തിരി യോഗ ഈ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ, ഇത്തിരി ബ്ലഡ് മെഡിറ്റേഷൻ പഠിച്ചില്ലെങ്കിൽ, പ്രാണായാമം എന്നുള്ള വാക്ക് പരിചയപ്പെട്ടില്ലെങ്കിൽ കഷ്ടമല്ലേ? ഹെൽത്തി ആവട്ടെ. കുഞ്ഞുങ്ങൾ ഒരേ ശുദ്ധമായി ശ്വസിക്കട്ടെ. വൈകുന്നേരം കുഞ്ഞുങ്ങൾ കളിക്കാനായിട്ട് അനുവദിക്കാത്ത വിധത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കുന്ന പേരൻസ് ചിന്തിക്കേണ്ട വിചാരമാണ് സ്റ്റേച്ചർ. നമ്മൾ കൊടുക്കുന്ന ഈ പോഷണം സ്റ്റേച്ചറായിട്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരുതരം ഒരു ബ്രോയിലർ സമ്പ്രദായമാണ്. കുഞ്ഞുങ്ങൾ കാറ്റും മഴയും കൊണ്ട് പൊടിയും കൊണ്ടൊക്കെ കുറച്ചുകൂടി ജീവിക്കട്ടെ. എല്ലായിടത്തും അഴുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കണം. എന്ത് വെള്ളം കുടിച്ചാലും പനിവരുന്ന പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ യാത്രകളിൽ ഓടയിൽ നിന്ന് മനുഷ്യൻ വെള്ളം കോരി കുടിച്ച് മുമ്പോട്ട് പോകുന്നു. ഓടയിൽ നിന്ന് അതൊന്നും പറ്റണില്ല. അവർ ജീവിക്കുന്ന ഈ നാട്ടിലല്ലേ. ഉണ്ടാക്കണം ഈ ആരോഗ്യ സങ്കല്പങ്ങൾ കുറെ കൂടി ഇങ്ങനെ പരുക്കനായ ആരോഗ്യം എന്ന് പറയുന്നത് വിസ്റ്റാൻഡിയാണ് പവറിന്റെ പേര് ആരോഗ്യം. ആദ്യത്തെ പനി പിടിക്കുമ്പോൾ തന്നെ ചുമക്കണ കുഞ്ഞ് ആരോഗ്യമുള്ളതല്ല. വിസ്റ്റാൻഡ് ചെയ്യട്ടെ, ലൈഫിനെ വിസ്റ്റാൻഡ് ചെയ്യട്ടെ, ലൈഫിന്റെ ഋതുക്കൾ വിസ്റ്റാൻഡ് ചെയ്യട്ടെ, സങ്കടങ്ങൾ വിസ്റ്റാൻഡ് ചെയ്യട്ടെ. ഇതൊക്കെയാണ് സ്റ്റേച്ചർ. പിന്നെ ദൈവപ്രീതിയിൽ ബ്ലസ്സിംഗ്, ശിരസി കൈവച്ച് പ്രാർത്ഥിക്കുന്ന നമുക്കൊരു ആശീർവാദത്തിന്റെ കാര്യം സദാ. പിന്നെ മനുഷ്യരുടെ പ്രീതിയിലും, മനുഷ്യർക്ക് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സ്നേഹം ഉണ്ടാകണം. ഒരു കുഞ്ഞിനെ കണ്ടിട്ട് പണ്ടൊരു വീട്ടമ്മ പറഞ്ഞത് കണക്കാണ്, കൊച്ചെ നിന്നും ഒരു കുട്ടിയെ മാറും, നിന്നെ വഹിച്ച ഉദരവും എത്രയോ. വെറുതെ ഇരിക്കണവര്, കടയിലിരിക്കണവര്, കമ്പോളത്തിലിരിക്കണവര്, ചന്തയിലിരിക്കുന്നവരൊക്കെ ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് വേദപുസ്തകത്തിൽ ആ പേരില്ലാത്ത സ്ത്രീയെ കണക്ക് ഉറക്കെ പറയണം, കൊച്ചെ നിന്നും ഒരു കുട്ടിയെ മാറും, നിന്നെ വഹിച്ച ഉദരവും എത്രയോ. കണ്ട ചിന്തകളെ ഇങ്ങനെ ക്രോഡീകരിക്കാൻ വന്ന ഈ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലോസ്റ്റ്, അത് നമ്മൾ അഭിമുഖിച്ചേ പറ്റും. കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മൾ വഴി പോലെ നടക്കുക. രണ്ട്, അവർ തപ്പേണ്ട ശരിയായ ഇടം നമ്മുടെ തന്നെ അഗാധമായ പ്രണയത്തിൽ കിടക്കുക. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത്. മൂന്ന്, കുഞ്ഞ് പേരൻസിനെ ഓർമ്മിപ്പിക്കുന്ന കണക്ക് ആ വീടിന് വേണ്ടിയുള്ള കുഞ്ഞല്ല. നാല്, ഇന്റഗ്രിറ്റി. കുട്ടി ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവപ്രീതിയിലും മനുഷ്യ സ്നേഹത്തിലും വളരണം. നമുക്ക് ഒരു നിമിഷം കണ്ണുകൂട്ടി വെറുതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർമ്മിക്കാം. നമുക്ക് ഈ പള്ളിയുടെ മുഴുവൻ ആശീർവാദവും ആ കുഞ്ഞുങ്ങളുടെ മീതെ വെക്കാം.
അവരുടെ യാത്രകളിൽ പകൽ മേഘമായി രാത്രി അഗ്നിയായി കർത്താവ് കൂടെ പോട്ടെ. നമുക്കത് ഒരു പുരാതനമായൊരു ഫോം ഓഫ് ബ്ലെസ്സിങ്ങാണ്. അത് നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് ഒരുമിച്ചെല്ലാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പകൽ മേഘമായി രാത്രി അഗ്നിയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സദാ പൊതിയണമേ. കർത്താവായ യേശുവേ, പകൽ മേഘമായി രാത്രി അഗ്നിയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സദാ പൊതിയണമേ. കർത്താവായ യേശുവേ, പകൽ മേഘമായി രാത്രി അഗ്നിയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സദാ പൊതിയണമേ. ആമേൻ. നമസ്തേ. തിരുമേശികളെ കടത്തുന്ന പ്രിയപ്പെട്ടവർ, കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയുടെ പിന്നാലെ ഏറ്റുചൊല്ലാൻ അതാ സ്ഥാനം എഴുന്നേറ്റെന്നാണ്. സർവശക്തിയുള്ള ബാലതമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകി